സുഹൃത്തുക്കളെ, എന്തൊക്കെയാണ് വിശേഷം? അപ്പോൾ പതിവ് പോലെ സൺഡേ ടോക്സിൽ പോയ വാരം സംഭവബഹുലമായിരുന്നു. വയനാട് മുണ്ടക്കൈ സന്ദർശിച്ചു. അവിടെയുള്ള ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചു. വളരെ ദുഃഖജനകമായ ഒരവസ്ഥയായിരുന്നു. പക്ഷേ ടെലിവിഷൻ തുറന്നു നോക്കുന്ന നേരമാണ് മനസ്സിലായത്, കേരളത്തിൽ പുതിയ ഒരു വിവാദം തുടങ്ങിയിരിക്കുന്നു. അത് മറ്റൊന്നുമല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് മലയാള സിനിമയാകെ ഇളകി മറിഞ്ഞിരിക്കുകയാണ്. പീഡിപ്പിച്ചവരും പീഡനം ഏറ്റുവാങ്ങിയവരെയും കൊണ്ട് ടെലിവിഷൻ ചാനലുകൾ നിറഞ്ഞിരിക്കുകയാണ്. അതിനിടയിൽ എനിക്ക് തോന്നുന്നു ആ വൻ ദുരന്തം മുങ്ങിപ്പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആളുകൾ ഒരു പൈങ്കിളി കഥ കാണുന്നത് പോലെ ഈ ടെലിവിഷൻ ചാനലുകളിൽ കണ്ണു നട്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്, സ്ത്രീ പീഡനം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അതിഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. സ്ത്രീകളെ പീഡിപ്പിക്കുന്നവർ, അവരെ നമ്മൾ മാറ്റി നിർത്തിയേ പറ്റൂ, അതേത് രംഗത്തായാലും. അപ്പോൾ 15 പേരുടെ പേര് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. ഹൈ പവർ കമ്മിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ കാസ്റ്റിംഗ് കൗച്ചിലൂടെയാണ് പലരും സിനിമയിൽ എത്തിപ്പെട്ടത്, അല്ലെങ്കിൽ അത് നിലവിലുണ്ട് എന്നാണ് പല നടിമാരും പറയുന്നത്. അപ്പോൾ ഇതിന് മറുപടിയായി പലരും അതന്ന് പറയേണ്ടതല്ലായിരുന്നോ, ഇന്ന് പറഞ്ഞത് എന്തിനാണ് എന്നൊക്കെ ചോദിച്ച് സംഭവം നിസ്സാരവൽക്കരിക്കുന്നുണ്ട്. ഞാൻ വിവാദങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ സ്ത്രീകളെ പീഡിപ്പിക്കുന്നവരാരായിരുന്നാലും, അതേത് മേഖലയിലുള്ളവരായിരുന്നാലും, അവർ സമൂഹത്തിൻ്റെ മുമ്പിൽ അവരുടെ ചിത്രം തുറന്നു കാട്ടേണ്ടതുണ്ട്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് കൊടുക്കുന്ന അമിത ചർച്ച അടിയന്തരമായി നിർത്തിവെക്കണം. എന്നിട്ട് വയനാട്ടിൽ കിടപ്പാടങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് നീതി ലഭ്യമാക്കണം. അവർക്ക് ഉടൻ തന്നെ കിടപ്പാടം അനുവദിക്കണം, അവരെ മാറ്റി പാർപ്പിക്കണം. അതൊക്കെ പുരോഗമിക്കുന്നുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. എങ്കിലും അതിന് നേരത്തെ മാധ്യമങ്ങൾ കൊടുത്ത പ്രാധാന്യം വിട്ടുപോയോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. എത്ര വേഗമാണ് മലയാളികൾ കാര്യങ്ങൾ മറക്കുന്നത്, എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ മാറി മറിയുന്നത്. ടെലിവിഷനും സോഷ്യൽ മീഡിയയും മനുഷ്യൻ്റെ ചിന്തകളെ സ്വാധീനിക്കാൻ തുടങ്ങിയത് മുതൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ ബാധിക്കുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ മറ്റൊരു വിഷയം എടുത്തിട്ട് അതിനെ പ്രതിരോധിക്കുക അല്ലെങ്കിൽ ശ്രദ്ധ തിരിക്കുക, അതോടുകൂടി ജനങ്ങളെല്ലാം മറക്കുന്ന ഒരു കാഴ്ച. ഈ മാനസിക നില അറിയാവുന്നത് കൊണ്ട് തന്നെ ഭരണാധികാരികളും മറ്റുള്ളവരുമൊക്കെ തന്നെ ഇത് നിരന്തരം പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അടിയന്തരമായ ശ്രദ്ധ വയനാടിന് തന്നെ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് മതി മറ്റു കാര്യങ്ങൾ. ഇനി സിനിമയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്? വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളാണ് അവിടെ എടുത്തു പറയുന്നത്. ഞാൻ സ്ത്രീകൾ അല്ലെങ്കിൽ അത് എടുത്തു പറഞ്ഞ സ്ത്രീകളെയോ അല്ലെങ്കിൽ അവരെയോ മോശക്കാരാക്കി പറയുകയല്ല. സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടതാണ്. അത് നേരത്തെ ആളുകൾക്കറിയാവുന്നതാണ്, അത് തെളിയിക്കപ്പെട്ടതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഈ അവസരത്തിൽ അത് പുറത്തുവിട്ടതിലെ കാര്യങ്ങൾ. ഇനി നമുക്ക് മറ്റൊന്ന് നോക്കാം. സിനിമയിൽ അഭിനയിക്കുന്നവർ, സ്ത്രീയായാലും പുരുഷനായാലും എന്തായാലും രണ്ടക്ഷരം സംസാരിക്കാൻ കഴിയുന്നവരും ഡയലോഗ് പറയാൻ പറ്റിയ ആളുകൾ ആയിരിക്കല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ വിഷയം ഉണ്ടായിട്ടും ഇതുവരെ അവർ പറയാതിരുന്നതിലെ സാങ്കത്യം, അത് നേരത്തെ ഞാൻ മറ്റൊരു തരത്തിൽ ചോദിച്ചതല്ല, അത് ആരും സംശയിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന മറ്റൊരു കാര്യം, ഈ വിഷയങ്ങൾ വേറൊരാളെ പരാജയപ്പെടുത്താൻ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയെ പരാജയപ്പെടുത്താൻ അല്ലെങ്കിൽ അവസരം കുറഞ്ഞവർ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അവസരം കുറഞ്ഞവർ അവസരം കൂടിയവരോടുള്ള അസൂയ തീർക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഈ വിഷയം എന്ന്
ഇതിനോട് ചേർത്ത് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും പ്രത്യേകിച്ച് സിനിമയിൽ അഭിനയിക്കുന്ന ആളുകൾ അവർക്ക് തങ്ങൾക്ക് നേരിട്ടത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരുപാട് സമയമെടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ പിന്നിലും കളികളുണ്ട് എന്നാണ് സാധാരണ ജനങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വിട്ടിട്ടില്ലെങ്കിലും ഇങ്ങനെ പല കാര്യങ്ങളും ഇതിൽ നടക്കുന്നുണ്ട്. നേരത്തെ ഡ്രഗുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നേരത്തെ പുറത്ത് വന്നതാണ്. പുതുമുഖ നടന്മാരെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു. അതിപ്പോൾ എന്തായെന്ന് ആർക്കറിയില്ല. ഇപ്പോൾ പുതുതായിട്ട് വന്നൊരു വിഷയമാണിത്. ഇതിനി എത്ര കാലം നിൽക്കും, അല്ലെങ്കിൽ നീതി കിട്ടുമോ എന്നൊക്കെ ആർക്കറിയാം. അപ്പോൾ ഏത് മേഖലയിലായാലും സ്ത്രീകൾ സംരക്ഷിക്കപ്പെടണം. അതിൽ രണ്ടഭിപ്രായമല്ല, അവർ സംരക്ഷിക്കപ്പെടണം. ഇപ്പോൾ ഭാവിയിൽ മറ്റേതൊരു സ്ഥാപനവും പോലെ ഈ സിനിമാ ഫീൽഡും കൈകാര്യം ചെയ്യണം. അതേപോലെ പല വിഷയങ്ങളുണ്ട്. ടാക്സ് അടക്കാത്ത വിഷയം, ഡ്രഗ് അഡിക്ഷൻ, ഒരു സമൂഹത്തെ മോശമായി ചിത്രീകരിക്കുന്ന സിനിമകൾ എടുക്കുന്നത്, അങ്ങനെ പലതും. ഇതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാണ്ട്, ഈ വിഷയം മാത്രമൊന്നുമല്ല. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു ചിലപ്പോൾ ആരോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി പറയുന്നവരുണ്ടാവാം. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും കാലം. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. പല സ്ത്രീകളും വന്നിട്ട് പുരുഷന്മാരെക്കുറിച്ച് അവരുടെ പേരെടുത്ത് പറഞ്ഞ് അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു പുരുഷനും സ്ത്രീയെക്കുറിച്ച് ഇങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യം വേണം. കാരണം അതിൽ വിവേചനം പാടില്ല. അപ്പോൾ തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ അല്ലെങ്കിൽ തൻ്റെ ഭാഗം വ്യക്തമാക്കാനുള്ള അവസരം പുരുഷന് നൽകണം. അത് മാധ്യമങ്ങൾ നൽകണം. കാരണം ഇവിടെ സ്ത്രീ പുരുഷ സമത്വമാണല്ലോ നിലനിൽക്കുന്നത്. അപ്പോൾ അത് വേണം. ആർക്കെതിരെയും ആരോപണം ഉന്നയിക്കാവുന്ന ഒരു വേദിയായി സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ ചാനലുകളോ മാറരുത്. ഇന്ന് ആളുകളുടെ ചിന്താഗതി തന്നെ നിശ്ചയിക്കുന്നത് ചാനലുകളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചാനൽ ചർച്ചകൾ, ചാനൽ പറയുന്ന കാര്യങ്ങൾ, ആടിനെ പട്ടിയാക്കുമ്പോൾ പട്ടിയെ ആടാക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളും ഇന്ന് ചാനലുകൾ ചെയ്യാൻ കഴിയും. വ്യക്തികളെ തേജോവധം ചെയ്യാൻ കഴിയും. പിന്നെ മറ്റൊരു കാര്യം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ 25ഓളം പേജുകൾ കീറിക്കളഞ്ഞു എന്നാണ്. അപ്പോൾ അതിനർത്ഥം എന്താണ്? ചിലരുടെ പേരുകൾ പുറത്ത് വരണ്ട, ചിലരുടെ ഇത് പുറത്ത് വരണം എന്നൊക്കെ ആയിരിക്കാം. അപ്പോൾ ഏതായാലും ഇത് ഒരു കുഴഞ്ഞു മറിഞ്ഞ പ്രശ്നം തന്നെയാണ് എങ്ങനെ നോക്കിയാലും. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾക്ക് അവർ പീഡനമേറ്റു വാങ്ങിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ അവർ പറഞ്ഞ മാതിരി ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് വെളിച്ചത്ത് കൊണ്ടുവരണം. ഭാവിയിൽ ആവർത്തിക്കരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. മറ്റൊന്ന്, പുരുഷനും സ്ത്രീക്കും തുല്യനീതി ഉറപ്പാക്കണം. സ്ത്രീകളെ അവഹേളിക്കുന്നത് നിർത്തിവെക്കണം. സിനിമാ ഫീൽഡ് പുരുഷാധിപത്യത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നതാവരുത്. സ്ത്രീകൾക്കും സ്വാതന്ത്ര്യം വേണം. സിനിമാ ഫീൽഡ് ഉടച്ചു വാർക്കേണ്ടതുണ്ട്. ഗവൺമെൻറ്റിൻ്റെ സത്വര ശ്രദ്ധ അതിലേക്ക് പതിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഒരു നടിയെ പീഡിപ്പിച്ച കേസൊന്നും ഇപ്പോൾ ഒരു സ്ഥലത്തും ആവാതെ തുടരുകയാണ്. അപ്പോൾ അതിലൊക്കെ അടിയന്തരമായിട്ട് നടപടികളെടുക്കണം. സ്ത്രീകൾക്ക് ഇവിടെ സ്വസ്ഥവും ശാന്തവുമായിട്ട് തങ്ങളുടെ തൊഴിലിടത്തിലേക്ക് പോകാനും, കലാകാരികൾക്ക് തങ്ങളുടെ കലാപരമായ മൂല്യങ്ങൾ പ്രദർശിപ്പിക്കാനുമുള്ള അവസരങ്ങൾ ഗവൺമെൻറ് നൽകണം. മറ്റൊന്ന് ചേർത്ത് പറയാനുള്ളത്, ആർക്കെതിരെയും നിയമങ്ങൾ തെറ്റായി അല്ലെങ്കിൽ സിനിമയിലെന്ന പോലെ അഭിനയിച്ച് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ചെയ്യാത്ത കാര്യങ്ങൾ അഭിനയിച്ച് കാണിക്കാനും പാടില്ല. പറയുന്ന കാര്യങ്ങൾ ജെനുവിനായിരിക്കും. കേൾക്കുന്ന ആളുകൾക്ക് തോന്നണം പറയുന്ന കാര്യങ്ങൾ, അല്ലാണ്ട് ഏതോ കാലത്ത് നടന്ന കാര്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ സംശയിക്കല്ലോ, എന്തുകൊണ്ട് പറഞ്ഞില്ല. സാഹചര്യങ്ങൾ സമ്മർദ്ദങ്ങളിൽ പെട്ടായിരിക്കും പറയാതിരുന്നത്. ശരിയാണ്, ജനങ്ങളെ സംശയിക്കാൻ പറ്റില്ല. പക്ഷെ എങ്ങനെ ആയിരുന്നാലും സ്ത്രീകൾ സംരക്ഷിക്കപ്പെടണം.
അത് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ ഈ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാവണം. ഇതിനിപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൊക്കെ ആണെങ്കിൽ എന്തായിരുന്നു അവസ്ഥ ഞാൻ ചിന്തിച്ചു പോയാണ്. വലിയ കോളിളക്കമായിരിക്കും ഉണ്ടാവുക. എന്താ സിനിമാ ഫീൽഡിന് മാത്രം മറ്റൊരു നിയമം? അത് പാടില്ല. സിനിമാ ഫീൽഡ് താരങ്ങളുടേതാണെന്നാണ് പറയുന്നത്. എന്ത് താരങ്ങൾ? ഇവരൊക്കെ എന്ത് താരങ്ങളാണ്? മഹാനടൻ, ഇതൊക്കെ ജനങ്ങൾ കൽപ്പിച്ച് നൽകുന്നതാണ്. അല്ലാതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ഇവർ രാത്രിയായാൽ മൃഗങ്ങളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചവർ. അപ്പോൾ ഇങ്ങനത്തെ ആളുകളൊക്കെ കൈകാര്യം ചെയ്യണം. അപ്പോൾ ഏതായാലും സംഭവബഹുലമായ ഒരാഴ്ച കൂടി കടന്നു പോവുകയാണ്. അപ്പോൾ വയനാട്ടുകാർക്ക്, മുണ്ടക്കൈ നിവാസികൾക്ക് എത്രയും പെട്ടെന്ന് പാർപ്പിടങ്ങളുണ്ടാവട്ടെ, അവരുടെ നഷ്ടങ്ങൾ നികത്തപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. അതേപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് വേണ്ട വിധം കൈകാര്യം ചെയ്യാൻ ഗവൺമെൻറ് കഴിയട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് അപ്പം ജയ് ഹിന്ദ്.